ഹലോ വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വീഡിയോയിൽ തുടങ്ങുന്നത്. സോ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. സോ സെറ്റ് എ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 69/MAY/4 ആണ്. സോ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയെന്നുള്ളത് ഓരോ വീഡിയോയിലും ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? സെക്ഷൻ എ വരുന്നുണ്ട്, സെക്ഷൻ ബി വരുന്നുണ്ട്, സെക്ഷൻ സി വരുന്നുണ്ട്. സെക്ഷൻ എയിൽ വരുന്നത് ഫുള്ള് MCQs ആണ്, നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ സെക്ഷൻ ബി വന്നിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ്. ദെൻ പിന്നെ വരുന്നത് നമ്മുടെ എന്തായിരുന്നു? സെക്ഷൻ സി ആയിരുന്നു. സെക്ഷൻ സി എന്ന് പറയുന്നത് അതിൽ ഒരു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടോട്ടൽ 51 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിട്ടുണ്ടാവുക. ദെൻ അതിൽ തന്നെ ഈ സെക്ഷൻ സിയിൽ നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്, ദെൻ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു 3 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ സെക്ഷൻ സിയിൽ മാത്രം വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം, അതുകൊണ്ടാണ് പിന്നെയും ഞാൻ അതിനെക്കുറിച്ച് ഇതിലൊന്നും അറ്റാച്ച് ചെയ്യാത്തത്. സോ സെയിം ഒരു പാറ്റേണിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 69/MAY/4 ആണ്, സെറ്റ് എ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷൻ എ ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ സെക്ഷൻ എയിൽ 1 to 20 വരെയാണ് ക്വസ്റ്റ്യൻസ്. അതായത് ഫസ്റ്റത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരുന്നത്? നമ്മുടെ സെക്ഷൻ എയുടെ അണ്ടറിൽ വരുന്നത്. സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണത്? നമ്മുടെ MCQ ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, ABCD എന്ന്. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ സെലക്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷൻ എ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൻ എ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 1 to 20 MCQ ആണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഫാക്ടർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇക്കണോമിക് എൻവയൺമെൻറ്റ്? എക്കണോമിക് എൻവയൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫാക്ടർ ഏതാണ്? ഓക്കെ, നമുക്ക് 4 ഫാക്ടേഴ്സാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. ഈ 4 ഫാക്ടേഴ്സിൽ നിന്നും ഏതാണ് നമ്മുടെ എക്കണോമിക് എൻവയൺമെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എക്കണോമിക് എൻവയൺമെൻറ്റിൽ ഉൾപ്പെടുന്ന ഒരു ഫാക്ടർ ഈ താഴെ പറയുന്ന 4 എണ്ണത്തിൽ ഏതൊക്കെയാണ്? എ, ടാക്സ് പോളിസീസ്, ബി, കൾച്ചറൽ വാല്യൂസ്, സി, ഡെമോഗ്രഫിക് ചേഞ്ചസ് ആൻഡ് ഡി, സോഷ്യൽ ട്രെൻഡ്സ്. ഈ 4 എണ്ണം, ടാക്സ് പോളിസി, കൾച്ചറൽ വാല്യൂ, ഡെമോഗ്രഫിക് ചേഞ്ച്, സോഷ്യൽ ട്രെൻഡ്. ഈ 4 എണ്ണത്തിൽ നിന്നും ഏതാണ് നമ്മുടെ ഇക്കണോമിക് എൻവയൺമെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇക്കണോമിക് എൻവയൺമെൻറ്റ് നമുക്കറിയാതെ ഏത് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണല്ലോ. സോ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഒരു കുറേ കാറ്റഗറീസ് ഓഫ് എന്താ പറയുക, നമ്മുടെ എൻവയൺമെൻറ്റിനെ നമ്മൾ പറയുന്നുണ്ട്. ഇക്കണോമിക് ഉണ്ട്, ടെക്നോളജിക്കൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, ഡെമോഗ്രഫിക് ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്. സോ അതിൽ നമ്മുടെ എക്കണോമിക് എൻവയൺമെൻറ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് എക്കണോമിക് എൻവയൺമെൻറ്റ്? നമുക്കറിയോ? ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക പരിതസ്ഥിതി എന്നോ അല്ലെങ്കിൽ എൻവയൺമെൻറ്റ്, അങ്ങനെയാണ് നമ്മുടെ എന്താണ് ഇക്കണോമിക് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇക്കണോമിക് എൻവയൺമെൻറ്റിൽ മെയിനായിട്ട് വരുന്നത് ഇക്കണോമിക് പോളിസീസ്, അതുപോലെ തന്നെ എന്തായിരുന്നു എക്കണോമിക് സിറ്റുവേഷൻസ്, ഇക്കണോമിക് പോളിസീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ എന്ത് വരാറ്? എക്കണോമിക് എൻവയൺമെൻറ്റിൽ വരാറ്. സോ നമുക്ക് നമ്മുടെ ഈ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടാക്സ് പോളിസീസ്, ബി, കൾച്ചറൽ വാല്യൂസ്, സി, ഡെമോഗ്രഫിക് ചേഞ്ചസ് ആൻഡ് ഡി, സോഷ്യൽ ട്രെൻഡ്സ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ ട്രെൻഡ്സ് എന്തായിരിക്കും? സോഷ്യൽ എൻവയൺമെൻ്റ് ആയിരിക്കും, ആണല്ലോ. അപ്പോൾ ഡി അല്ല. ദെൻ എക്കണോമിക് എൻവയൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിൽ ഏതാണ്? ഐ തിങ്ക് ഇറ്റ്സ് ടാക്സ് പോളിസി. ഞാൻ എന്തുകൊണ്ടാണ് അത് ടാക്സ് പോളിസി ആണെന്ന് പറയുന്നത്? ദ ആൻസർ ഈസ് ടാക്സ് പോളിസി. വൈ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ, ടാക്സ് പോളിസീസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ് ടാക്സ് പോളിസീസ് എക്കണോമിക് എൻവയൺമെൻറ്റ് ആവുന്നത്? സാമ്പത്തികപരമായ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാറ്റഗറി ഓഫ് ബിസിനസ് എൻവയൺമെൻറ്റ് ആണ് എന്ത്? നമ്മുടെ ഇക്കണോമിക് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? സോ ഈ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ടാക്സ് പോളിസി എന്ന് പറഞ്ഞാൽ നികുതിയുടെ നയങ്ങളാണ് പറയുന്നത്. സോ ഈ ഒരു ടാക്സ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക ഇടപാടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതല്ലേ? അതുകൊണ്ടാണ് എന്ത് നമ്മുടെ ഇക്കണോമിക് എൻവയൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ഓപ്ഷൻ എ, ടാക്സ് പോളിസീസ് ആണ്. എന്തുകൊണ്ട് ബാക്കി 3 ഓപ്ഷൻസും ആവുന്നില്ല?
ബി എന്തായിരുന്നു? കൾച്ചറൽ വാല്യൂസ് ആണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സംസ്കാരം. ഓക്കെ, ഓരോ നാട്ടിലും ഓരോ കൾച്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ കൾച്ചർ എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉള്ളതാണോ? നമ്മുടെ എക്കണോമിക് എൻവയോൺമെൻറ്റ് ആണോ? അല്ല. കൾച്ചറൽ ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ സോഷ്യൽ എൻവയോൺമെൻറ്റ് ആയിരിക്കും അല്ലേ? അതായത് കൾച്ചറൽ വാല്യൂസ് അതുപോലെ സോഷ്യൽ ട്രെൻഡ്സ് അത് രണ്ടും എന്താണ്? നമ്മൾ സൊസൈറ്റി റിലേറ്റഡ് ആണ് അല്ലേ? ആളുകൾ അതുപോലെ സമൂഹത്തിലുള്ള ആളുകളുടെ കൾച്ചർ, അവരുടെ സംസ്കാരം, അവരുടെ ജീവിത രീതി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ മൊത്തത്തിൽ വരുന്ന സമൂഹത്തിലെ മാറ്റങ്ങൾ, ഇതൊക്കെ എന്താണ്? എന്ത് എൻവയോൺമെൻറ്റിലാണ് വരുന്നത്? സോഷ്യൽ എൻവയോൺമെൻറ്റിലാണ് വരുന്നത്. സോ ഒബ്വിയസ്ലി ബിയും ഡിയും എന്തല്ല എന്ന് മനസ്സിലായി? ആൻസർ അല്ല എന്ന് മനസ്സിലായി. ദെൻ എനിക്ക് തോന്നുന്നു ചെറിയൊരു കുറച്ച് പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്ന നമ്മുടെ ഓപ്ഷൻ സി ആണ്, ഡെമോഗ്രഫിക് ചേഞ്ചസ്. ഈ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ആ വരുന്ന ഒരു 5-4 ആ ഒരു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ടൈപ്സ് നമ്മൾ എക്കണോമിക് അങ്ങനെയുള്ളതുണ്ടല്ലോ, അത് കാണാതെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡൗട്ടും വരില്ല. കാരണം ഡെമോഗ്രഫിക് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അത് ഏത് റിലേറ്റഡ് ആണ്. നമുക്ക് അങ്ങനെ പേരുള്ള ഡെമോഗ്രഫിക് റിലേറ്റ് ചെയ്ത് പേര് വരുന്ന ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ട് ഓൾറെഡി. എന്താണ്? ഡെമോഗ്രഫിക് എൻവയോൺമെൻറ്റ് ഉണ്ട്. ഈ പോപ്പുലേഷൻ കാര്യങ്ങൾ അതൊക്കെയാണ് എന്തിൽ വരിക? നമ്മുടെ ഡെമോഗ്രഫിക് എൻവയോൺമെൻറ്റിൽ വരിക. അതൊക്കെയാണ് ഡെമോഗ്രഫിക് ചേഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഡെമോഗ്രഫിക് ചേഞ്ചസ് എന്ന് പറയുന്നത് എന്തിൽ വരുന്നതാണ്? എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നതല്ല, പകരം എന്തിലാണ് വരുന്നത്? ഡെമോഗ്രഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് എൻവയോൺമെൻറ്റ് തന്നെ എന്തിന് വരുന്നുണ്ട്? നമ്മുടെ ഈ ഡെമോഗ്രഫിക് ചേഞ്ചസിന് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? വിച്ച് ഫാക്ടർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ആണ്. നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ, ടാക്സ് പോളിസീസ് ആണ്. ഓക്കെ, എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടാക്സ് പോളിസിയാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്? എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്. നമുക്കറിയാം പ്ലാനിങ് പ്രോസസ്സിൽ വരാത്ത സ്റ്റെപ്പ് ഈ താഴെ പറയുന്ന 4 ഏതാണ്? വരാത്ത സ്റ്റെപ്പാണ്, വരുന്ന സ്റ്റെപ്പല്ല. സോ ഇതിലുള്ള ഒരു സ്റ്റെപ്പ് തികച്ചും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. നമ്മുടെ ഒരു പ്ലാനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതേ ആയിരിക്കില്ല. അങ്ങനെ നോക്കിയാലും മതി. ഓക്കെ, സോ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷനാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. വിത്തൗട്ട് പ്ലാനിങ് വി ക്യാൻ ഡു എനിത്തിങ് ഇൻ ദ ഓർഗനൈസേഷൻ എന്നാണ് പറയുക. പ്ലാനിങ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം, ഇപ്പോൾ ഡിസിഷൻസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ പ്ലാനിങ് ആണ് എല്ലാത്തിൻ്റെയും ബേസിസ് വരുന്നത് അല്ലേ? സോ പ്ലാനിങ്ങിൻ്റെ പ്ലാനിങ്ങിന് പ്രോസസ്സ് ഉണ്ടെന്ന് അറിയില്ല, കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. സോ അതിൽ വരാത്ത ഒരു സ്റ്റെപ്പ് ഈ 4 തന്നിട്ടുണ്ട്. അത് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓപ്ഷൻ ബി, ഡെവലപ്പിംഗ് പ്രിമിസസ്. ഓപ്ഷൻ സി, സ്റ്റാഫിംഗ് എംപ്ലോയീസ്. ആൻഡ് ഓപ്ഷൻ ഡി, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ് വരുന്നത്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മുടെ പ്ലാനിങ്ങിൽ വരുന്നതല്ലേ? അതെ, നമ്മൾ പ്ലാനിങ്ങിൽ ഫസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണല്ലോ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഡെവലപ്പിംഗ് പ്രിമിസസ്. ഓപ്ഷൻ ബി, അതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് പ്രിമിസസ് എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്യണം. പ്രിമിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസംഷൻസ് ആണ്. സം അസംഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ ആണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്യുക, അത് റിയൽ ആയിട്ടുള്ളതാണെന്ന് അറിയില്ല, നമ്മൾ കുറച്ച് അസംഷൻ നടത്തുകയാണ് ഫ്യൂച്ചറിനെ കുറിച്ച്. നമ്മൾ ഫോർവേഡ് ലുക്കിംഗ് ആണ്. നമ്മൾ എന്താ പറയുക, ഭാവിയിലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്ലാനിങ് എന്നുള്ള സ്റ്റെപ്പിൽ നോക്കുന്നത്. സോ ഫ്യൂച്ചർ അസംഷൻസ് ആണ് പ്രീമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ എന്താ, ഇത് രണ്ടും നമ്മുടെ പ്ലാനിങ്ങിൽ വരുന്ന, പ്ലാനിങ് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. അപ്പോൾ അത് രണ്ടുമല്ല ആൻസർ, നമ്മളോട് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ആണ്. സോ ദിസ് ഇസ് നോട്ട് ദ ആൻസർ. ഓക്കെ, പിന്നെ വരുന്ന സിയും ഡിയും ആണ്. ഡി നോക്കൂ, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ ആണ്. ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അത് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ലാസ്റ്റ് നമ്മുടെ ഫോളോ അപ്പ് ആണ് വരുന്നത് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിൽ. അപ്പോൾ സോ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്ലാനിങ്ങിൽ വരുന്ന, പ്ലാനിങ് പ്രോസസ്സിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ എന്താണ്? എ, ബി, ഡി എന്ന് പറയുന്ന 3 എണ്ണവും നമ്മുടെ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്.
സോ അതിൽ വേറിട്ട് നിൽക്കുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഏതൊക്കെയാണുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്ലാനിങ്ങുമായിട്ട് റിലേഷൻ ഒട്ടും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് നോക്കാം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എന്താണ് ഓപ്ഷൻ സി? സ്റ്റാഫിംഗ് എംപ്ലോയീസ് ആണ്. സ്റ്റാഫിംഗ് എന്നുള്ള ഒരു ടേം കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, സ്റ്റാഫിംഗ് എംപ്ലോയീസ് ആണ്. ഇത് മാത്രമാണ് എന്ത് നമ്മുടെ പ്ലാനിങ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷനാണ് അല്ലേ? ഒരു ഫങ്ഷനാണ് സ്റ്റാഫിംഗ്. അതിലാണ് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്, നോട്ട് എ സ്റ്റെപ്പ് ഇൻ എ പ്ലാനിങ് പ്രോസസ്സ്. പ്ലാനിങ്ങും എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനാണ്. സ്റ്റാഫിങ്ങും മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനാണ്. പക്ഷേ ഈ സ്റ്റാഫിംഗ് എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ സ്റ്റെപ്പിൽ വരുന്നതല്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്, പ്ലാനിങ്ങും അതുപോലെ മറ്റൊരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്. രണ്ടും മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ്റെ അർത്ഥം എന്താണ്? സ്റ്റാഫിംഗ് ദ എംപ്ലോയീസ് ഒരു ഓപ്ഷനായിട്ട് തന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പിൽ വരുന്നതാണോ? അത് അല്ലല്ലോ, അത് മറ്റൊരു ഫങ്ഷനാണ്. പ്ലാനിങ്ങുമായിട്ട് ഒരു റിലേഷനും ഇല്ല അതിന്. ഓക്കെ, റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു ഫംഗ്ഷനാണ്, സ്റ്റാഫിംഗ് മറ്റൊരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സ്റ്റാഫിംഗ് എംപ്ലോയീസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ദ പ്ലാനിങ് പ്രോസസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പ്ലാനിങ് പ്രോസസ്സിൽ വരാത്ത സ്റ്റെപ്പ് ഏതാണ്? ബാക്കി മൂന്നെണ്ണവും എയും ബിയും ഡിയും എന്താണ്? പ്ലാനിങ്ങിൽ വരും. വരാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, സ്റ്റാഫിംഗ് എംപ്ലോയീസ്. ഓക്കെ ആണല്ലോ? നമുക്ക് തേർഡ് വൺ നോക്കാം. ഇന്ത്യ സെല്ലിംഗ് സ്പൈസസ് ടു ദ USA is an example of option A import trade, B retail trade, C export trade and D internal trade. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഈ താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഏതോ ഒന്നിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഇന്ത്യ സെല്ലിംഗ് സ്പൈസസ് ടു ദ USA. ഇന്ത്യ എന്ത് ചെയ്യാണ്? ഇന്ത്യ USA എന്ത് ചെയ്യാണ്? സ്പൈസസ് വിൽക്കുകയാണ്. സ്പൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. ഈ കാപ്പി, കുരുമുളക്, ഏലം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ സാധാരണ അതെന്താ ചെയ്യുക? മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്താ ചെയ്യുകയാണ്? ഇത്തരത്തിലുള്ള സ്പൈസസ് USA അമേരിക്കയ്ക്ക് വിൽക്കുന്നു, സെല്ല് ചെയ്യുന്നു. ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? എനിക്ക് തോന്നുന്നു ഇതധികം ഇതിലേതാ നമുക്ക് നോക്കാം. ഇമ്പോർട്ടാണോ, റീറ്റെയിലാണോ, എക്സ്പോർട്ടാണോ, ഇൻറ്റേർണൽ ട്രേഡാണോ? ഇത് സിമ്പിളാണ്. ഇന്ത്യയിൽ നിന്ന് US നമ്മൾ വിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി എന്താണ്? എക്സ്പോർട്ടാണ് അല്ലേ? നമ്മൾ ആലോചിച്ചാൽ മതി, കയറ്റുമതി. എക്സ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് കയറ്റുമതിയാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പുറം രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നതിനെ കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ട് എന്നാണ് പറയുക. അതന്നെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മൾ സ്പൈസസ് ആർക്കാണ് സെല്ല് ചെയ്യണേ അല്ലെങ്കിൽ വിൽക്കണേ? USA-ക്കാണ്. ഓക്കെ, അപ്പോൾ അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? വിച്ച് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? എക്സ്പോർട്ട് ട്രേഡ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്, എക്സ്പോർട്ട് ട്രേഡ്. ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറക്കുമതിയാണ്. ഞാൻ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. USA-യിൽ നിന്ന് എന്തെങ്കിലും ക്ലോത്ത്സ്, തുണിത്തരങ്ങൾ എന്ത് ചെയ്യാണ്? ഇന്ത്യയിലോട്ട് ഇറക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ വാങ്ങിക്കുന്നു. അങ്ങനെ നോക്കിയാൽ മതി. ഇന്ത്യ സെല്ലിംഗ് അല്ലെങ്കിൽ ഇന്ത്യ ബൈയിങ് എന്താണ്? ക്ലോത്ത്സ് ഫ്രം USA. ഓക്കെ, USA-യിൽ നിന്ന് ഇന്ത്യ ക്ലോത്ത് വാങ്ങുകയാണ്. അപ്പോൾ എന്താണ്? അത് ഇറക്കുമതിയാണ്, ഇമ്പോർട്ടാണ്. മനസ്സിലായല്ലോ? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിന് ഇറക്കുമതി അല്ലെങ്കിൽ ഇമ്പോർട്ട്, അതാണ് ഇമ്പോർട്ട്. എന്താണ് റീറ്റെയിൽ ട്രേഡ്? റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ സാധാ എന്തെങ്കിലും ഒരു കട ആലോചിച്ചാൽ മതി. നമ്മൾ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യാണ്? കൺസ്യൂമേഴ്സിന് വിൽക്കുകയാണ്. കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആരാണോ നമ്മുടെ ഈ സാധനങ്ങൾക്ക് ആവശ്യക്കാരാരാണോ അവർക്ക് വിൽക്കുക. സാധാ എന്തെങ്കിലും ഒരു ഷോപ്പ് എക്സാമ്പിൾ ആലോചിച്ചാൽ മതി, നമ്മൾ റീറ്റെയിൽ ട്രേഡ് എന്നാണ് പറയുക. ഓക്കെ, ദെൻ ഇൻറ്റേർണൽ ട്രേഡ്. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ ഉണ്ട്, ഇൻറ്റേർണൽ ആണ്. ഇൻറ്റേർണൽ എന്നുള്ള ടേമിൻ്റെ മീനിങ് എന്താ? ഉള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ ദ കൺട്രി അല്ലെങ്കിൽ വിത്തിൻ എന്നാണ് നമ്മൾ പറയുക. വിത്തിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രേഡ് നടത്താണ്, ഇൻറ്റേർണൽ ട്രേഡാണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഇന്ത്യക്കുള്ളിൽ മാത്രമേ ആ ട്രേഡ് എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുള്ളൂ. ആ ഒരു കച്ചവടം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എന്ത് ചെയ്യില്ല, ആ ബൗണ്ടറി വിട്ട് പോവില്ല, ഇന്ത്യൻ ബൗണ്ടറി വിട്ട് പുറത്തോട്ട് പോവില്ല. ഓൺലി വിത്തിൻ ഇന്ത്യ. ഓക്കെ, അതാണ് ഇന്റേണൽ ട്രേഡ്. ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വിത്തിൻ ദ കൺട്രി, വിത്തിൻ ദാറ്റ് പെർട്ടിക്കുലർ കൺട്രി, അതാണ് എന്ത് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇന്ത്യ സെല്ലിംഗ് സ്പൈസസ് ടു ദ USA ഇത് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്, എക്സ്പോർട്ട് ട്രേഡ് ആണ്. ഓപ്ഷൻ സി എക്സ്പോർട്ട് ട്രേഡ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. എന്താണ് നാലാമത്തെ ചോദ്യം? ദ ഫുൾ ഫോം ഓഫ് B2C ഇൻ ഇ-കൊമേഴ്സ് ഈസ്. എന്താണ് ഇ-കൊമേഴ്സ്? ഇ-കൊമേഴ്സിൽ നമ്മൾ പറയുന്ന ഒരു ടേമാണ് B2C എന്ന് പറയുന്നത്. B2C, ഈ B2Cൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു B2B ഉണ്ട്, B2C ഉണ്ട്, C2C ഉണ്ട്, B2G ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്താണ് B2C? ബിസിനസ് ടു ആർക്കാണ്? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൽ ഏതാണ്? ബിസിനസ് ടു കമ്പനി ആണോ, കൺസ്യൂമർ ആണോ, ബയർ ടു കമ്പനി ആണോ, ബയർ ടു കൺസ്യൂമർ ആണോ? ഇ-കൊമേഴ്സ് ആണ്, ബിസിനസ് ആണ്. അപ്പോൾ ബി ഈസ് ഓൾവേസ് ഫോർ ബിസിനസ് ആണ്. ഓക്കെ, ബിസിനസ് ടു ആർക്കാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിന് എത്തിക്കുകയാണ്. ഓക്കെ, സോ B2Cൻ്റെ ഫുൾ ഫോം നമ്മുടെ ഓപ്ഷൻ എ ആണ്, ബിസിനസ് ടു കൺസ്യൂമർ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ആണല്ലോ, ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട്. ഈ എന്ന് കണ്ടാൽ തന്നെ നമ്മൾ ചിന്തിക്കണം എന്താണ്, ഒക്കെ ഓൺലൈൻ ആയിരിക്കും. ഓക്കെ, എന്താ പറയുക, ഓൺലൈൻ ആയിരിക്കും ഇ എന്ന് കാണുമ്പോൾ ഇ-കൊമേഴ്സ്. സോ ബിസിനസ് ടു കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എന്നാണ് നമ്മുടെ ഈ ഒരു ഇ എന്നിട്ടൊരു ഹൈഫൺ ഇട്ടതിൻ്റെ അർത്ഥം. സോ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ബിസിനസ് B2C ആണ്, ബിസിനസ് നേരിട്ട് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് അങ്ങനെ ഒരു ഫുൾ ഫോം ഇല്ല. അപ്പോൾ ഇതൊന്നും എന്താ ആൻസർ അല്ല. B2C എന്ന് പറയുമ്പോൾ ഇ-കൊമേഴ്സിൻ്റെയാണ് ചോദിക്കുന്നത്. ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ബിസിനസ് ആണ്. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ ഒരിക്കലും ബയറിനെ അല്ല സൂചിപ്പിക്കുന്നത്. ബി ഈസ് ഓൾവേസ് ഫോർ എന്താണ്, എന്തിനാണത് എന്താണ് സൂചിപ്പിക്കുന്നത്? ബിസിനസ്സിനെയാണ്. ബിസിനസ് ടു ആർക്കാണ്? ബിസിനസ് കൺസ്യൂമറിനാണ്, ഉപഭോക്താവിനാണ്. ഓക്കെ, അപ്പോൾ B2C സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ് ടു കൺസ്യൂമർ. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? ദ മാർക്കറ്റ് വേർ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഈസ് കോൾഡ്. ഇതിലേതാണെന്നാ? പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ 4 മാർക്കറ്റിൽ ഏത് മാർക്കറ്റാണ്? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ മാർക്കറ്റ് വേർ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ്. ഇതൊരു മാർക്കറ്റാണ്. നമ്മൾ പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ക്യാപിറ്റൽ ആണോ, മണി മാർക്കറ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഈ മാർക്കറ്റിൽ നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പുതിയതല്ല സെക്യൂരിറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിനെ പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് അതിൻ്റെ പേര്? നമുക്കറിയാമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. എന്താണ്? നമ്മുടെ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിനെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മാർക്കറ്റിനെ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്ക് അങ്ങനെ പറയും. സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് നമ്മൾ ഇഷ്യൂ ചെയ്യാണ്. നമ്മളതിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും പറയും. എന്താണ് ഈ ഓപ്ഷനിൽ ഏതാണ്? സെക്കൻഡറി. വാട്ട് ഈസ് ഇറ്റ്? സെക്കൻഡറി മാർക്കറ്റ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, സെക്കൻഡറി മാർക്കറ്റാണ്. ഓക്കെ, സെക്കൻഡറി മാർക്കറ്റിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ നമ്മുടെ ദ മാർക്കറ്റ് വേർ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഈസ് കോൾഡ് സെക്കൻഡറി മാർക്കറ്റ് ആണ്. എന്താണ് പ്രൈമറി മാർക്കറ്റ്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അതിന് നമ്മൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയും. അവിടെ എന്താണ്? ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഇൻ പ്രൈമറി മാർക്കറ്റ് എന്നാണ് നമ്മൾ പറയുക. പുതുതായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ്, ഫ്രഷ് സെക്യൂരിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുക. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് പ്രൈമറി. ഫോർമോസ്റ്റ് ആണ്, ഫസ്റ്റ് ആണ്, ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഫ്രഷ് സെക്യൂരിറ്റി നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ട്രേഡ് ചെയ്യുന്നതാണ് പ്രൈമറി മാർക്കറ്റ്. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഓൾറെഡി ഇഷ്യൂ ചെയ്തതിന് എന്താ പറയുക? ട്രേഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ ആണല്ലോ.
ഇതെന്തായിരുന്നു? മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് അറിയാമല്ലോ. മണി മാർക്കറ്റ് ഇസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാലാണ് മണി മാർക്കറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ മാർക്കറ്റ് വേർ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഓർ ബൈയിങ് ആൻഡ് സെല്ലിങ്. ഓക്കെ, ബോട്ട് ഓർ സോൾഡ് എന്ന് പറയാം. ദെൻ ഡി എന്തായിരുന്നു? ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ അതിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവോൾവ്സ് ബോത്ത് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പം നമ്മളടുത്ത് സെപ്പറേറ്റ് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ ഓൾറെഡി ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് എന്ന്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവിടെ എന്താ? രണ്ടും ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ. മനസ്സിലായല്ലോ? ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മുടെ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസിനെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ പേരെന്താണ്? നമ്മുടെ എന്താണ്? സെക്കൻഡറി മാർക്കറ്റാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ ആണ്. ഓൺ റിപ്പോർട്ട് ട്രേഡ് റെഫേഴ്സ് ടു. ഓപ്ഷൻ എ എന്ന് പറയുന്നത് importing goods for local consumption. Option B, exporting goods to another country. Option C, importing goods and then re-exporting them without using them. And option D, trading within the same country ആണ്. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഓൺ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടേം എന്താണെന്നാണ് ഈ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഏതാണ് അല്ലെങ്കിൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓൺ റിപ്പോർട്ട്, എനിക്ക് തോന്നുന്നു ഇതും ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് അതിൻ്റെ കൂടെ പറയുന്നതാണ് ഓൺ റിപ്പോർട്ട്. നമ്മൾ ഇത് പ്രൊനൗൺസ് ചെയ്യുക ഓൺ റിപ്പോർട്ട് എന്നാണ്, എൻ റിപ്പോർട്ട് എന്നല്ല. ഓക്കെ, സോ ഈ ഓൺ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണോ? ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഫോർ ലോക്കൽ കൺസംഷൻ. ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്താ? അത് ഇമ്പോർട്ടാണ്, ഓൺ റിപ്പോർട്ട് അല്ല. ദെൻ പിന്നെ വരുന്നത് എന്താണ്? എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ടു അനദർ കൺട്രിയാണ്. ഗുഡ്സിനെ നമ്മൾ മറ്റൊരു കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക, അത് എക്സ്പോർട്ടിംഗ് അല്ലേ? ഓക്കെ, എ ഇമ്പോർട്ട് ആണ്, ബി എക്സ്പോർട്ടിംഗ് ആണ്. അപ്പോൾ അത് രണ്ടുമല്ല, നമ്മളോട് ഓൺ റിപ്പോർട്ടാണ്. സി എന്താ? ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് ദെൻ റീ എക്സ്പോർട്ടിംഗ് ദം വിത്തൗട്ട് യൂസിങ് ദം. എന്താണ്? നമ്മളൊരു സാധനം ഇറക്കുമതി ചെയ്യുന്നു, ഇമ്പോർട്ടിംഗ് ദ ഗുഡ്സ് ആൻഡ് ദെൻ റീ എക്സ്പോർട്ടിംഗ് ദം വിത്തൗട്ട് യൂസിങ് ദം. നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സാധനത്തിനെ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാതെ നമ്മൾ എന്തിനാണ് ഇത് ഇറക്കുമതി ചെയ്തത്? നമുക്ക് വീണ്ടും റീ എക്സ്പോർട്ട് ചെയ്യാൻ. മനസ്സിലായോ? ഒരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സാധനം നമ്മൾ ഒട്ടും ഉപയോഗിക്കാതെ മറ്റൊരു രാജ്യത്തേക്ക് റീ എക്സ്പോർട്ട്, വീണ്ടും കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? ഓൺ റിപ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? റീ എക്സ്പോർട്ടിംഗ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ. ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് ദെൻ റീ എക്സ്പോർട്ടിംഗ് ദം വിത്തൗട്ട് യൂസിങ് ദം. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. എന്താണ്? ഓൺ റിപ്പോർട്ട് ട്രേഡ്. പിന്നെ ഓപ്ഷൻ ഡി എന്താണ്? ട്രേഡിംഗ് വിത്തിൻ ദ സെയിം കൺട്രി. അതെന്താണ്? ട്രേഡിംഗ് വിത്തിൻ ദ സെയിം കൺട്രി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു ഇത്? ഇതിലായിരുന്നു, നമ്മൾ മുന്നത്തെ സ്ലൈഡിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്താണ്? അത് ഇൻറ്റേർണൽ ട്രേഡാണ്. ഒരു കൺട്രിയുടെ ഉള്ളിൽ തന്നെ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നതിന് നമ്മൾ പറയുക എന്താണ്? അത് ഇൻറ്റേർണൽ ട്രേഡാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓൺ റിപ്പോർട്ട് ട്രേഡ് റെഫേഴ്സ് ടു എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് ദെൻ റീ എക്സ്പോർട്ടിംഗ് ദം വിത്തൗട്ട് യൂസിങ് ദം. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.